ഇത്രയും കിടിലനായിട്ടുള്ള ഒരു ചെക്ക്മേറ്റ് ചെസ് ചരിത്രത്തിൽ തന്നെ ഉണ്ടാവും തോന്നുന്നില്ല. വളരെ രസകരമായിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മൾ കാണാൻ പോകുന്നത്. 1945 ഈ ഗെയിം കളിച്ചിരിക്കുന്നത്. ഇവിടെ വൈറ്റ് കളിക്കുന്ന പ്ലെയറുടെ പേര് വ്യക്തമല്ല. എന്തായാലും ബ്ലാക്ക് കളിക്കുന്ന പ്ലെയർ ബാർണി ഫ്രാങ്ക് എന്നാണ് പേര്. ഇവിടെ വൈറ്റ് കളിക്കുന്ന പ്ലെയർ E4 വെച്ച് തുടങ്ങുന്നു. ഇവിടെ ഫ്രാങ്ക് ബ്ലാക്ക് കളിക്കുന്ന ബാർണി ഫ്രാങ്ക് E5 കളിക്കുന്നു. നൈറ്റ് C3, നൈറ്റ് F6, F4. അപ്പോൾ ഇതിനെ വിയന്ന ഗാംബിറ്റ് എന്നാണ് വിളിക്കുന്നത്. D5 കളിക്കുന്നു. അപ്പോൾ ഈ പോണിനെ എടുക്കാൻ റെഡിയല്ല. അതിനു പകരം D5 കളിക്കുന്നു. അപ്പോൾ ഇതാണ് വിയന്ന ഗെയിമിൻ്റെ മെയിൻ ലൈൻ. പോൺ വെച്ചെടുക്കുന്നു, നൈറ്റ് വെച്ചെടുക്കുന്നു. ക്യൂൻ F3. അപ്പോൾ ത്രെട്ട് എന്താണ്? നൈറ്റും ക്യൂനും വെച്ച് ഈ ഒരു ഇതിലേക്ക് അറ്റാക്ക് ചെയ്യണം. പക്ഷെ ബ്ലാക്ക് ജസ്റ്റ് നൈറ്റിനെ C6 കളിക്കുന്നു. വൈറ്റ് ബിഷപ്പ് B5 കളിച്ച് ഈ നൈറ്റിനെ പിൻ ചെയ്യുന്നു. നിങ്ങൾക്ക് ഉണ്ടാവാവുന്ന ഒരു സംശയം, ഈ നൈറ്റ് വെച്ച് ഈ ഒരു നൈറ്റിനെ എടുത്താൽ എന്താണ് കുഴപ്പം? നൈറ്റ് C6ന് ശേഷം നൈറ്റ് വെച്ച് ഈ നൈറ്റിനെ എടുത്തു കഴിഞ്ഞാൽ നൈറ്റ് D4 എന്നുള്ള മൂവ് വരും. അപ്പോൾ ഒന്ന് ക്യൂനിലേക്കും അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്, C2ലേക്കും അറ്റാക്കാണ്, മാത്രമല്ല ഈ നൈറ്റിലേക്കും അറ്റാക്ക്. ബ്ലാക്ക് ഇവിടെ ബെറ്റർ ആവും. അപ്പോൾ അതുള്ളത് കൊണ്ടാണ് ഇവിടെ ഈ ഒരു നൈറ്റിനെ എടുക്കുന്നതിന് പകരം ബിഷപ്പ് B5 കളിച്ച് ഈ നൈറ്റിനെ പിൻ ചെയ്യുന്നത്. ബിഷപ്പ് C5 കളിക്കുന്നു. എന്താണ് ത്രെട്ട്? ഈ ഒരു ബിഷപ്പും നൈറ്റും വെച്ചൊരു ബ്യൂട്ടിഫുൾ അറ്റാക്ക്. അപ്പോൾ ഇവിടെ നൈറ്റിനെ ഒഴിവാക്കുന്നു, പോൺ വെച്ചെടുക്കുന്നു, ക്യൂൻ വെച്ചെടുക്കുന്നു. ബ്ലാക്ക് ക്യാൻസൽ ചെയ്യുന്നു, നൈറ്റിനെ GE2 കളിക്കുന്നു. അപ്പോൾ നേരിട്ട് ഈ ഒരു ഇതെടുത്തിട്ട് ഇങ്ങനെ പോകുന്നില്ല, പകരം ഈ ഒരു നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുകയാണ് ഇവിടെ വൈറ്റ് പ്ലെയർ. റൂക്കിനെ E8 കളിക്കുന്നു. അപ്പോൾ ത്രെട്ട് എന്താണ്? ഈ ഒരു നൈറ്റും ഈ റൂക്കും കൂടെയും ഈ ഒരു പോണിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. അതുകൊണ്ട് ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുന്നു, പോൺ വെച്ചെടുക്കുന്നു, ക്യൂൻ വെച്ച് തിരികെ എടുക്കുന്നു. അപ്പോൾ അറ്റാക്ക് ഈ ഒരു റൂക്കിലേക്കാണ്. പക്ഷേ ഈ ഒരു റൂക്ക് ഇവിടെ ഹാങ്ങിങ് ആയി കിടക്കുമ്പോൾ തന്നെ ഇവിടെ ബ്ലാക്ക് ഒരു കിടലം കളിക്കുന്നു. ക്യൂൺ ടേക്ക് C5. എടുത്തോളൂ, എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് ഈ റൂക്കൊന്നും ആവശ്യമില്ല, നല്ല രീതിയിലുള്ള അറ്റാക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ വൈറ്റ് പ്ലെയർ എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ച് ഇവിടെ ത്രെട്ടുകളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ചാടിക്കയറിയ റൂക്കിനെ അങ്ങ് വെട്ടിയെടുത്തു. ഇവിടെയാണ് നമ്മുടെ സർപ്രൈസുകളുടെ മാലപ്പടക്കം കൊടുക്കാൻ പോകുന്നത്. ആദ്യം റൂക്ക് ടേക്സ് E2 ചെക്ക്. ഒരു ഫോഴ്സ്ഫുൾ വേരിയേഷൻ ആണ്. ഇവിടെ ഗെയിമിൽ കിങ് D1 പോകുന്നത്. ഒബ്വിയസ് സംശയം, കിങ് വെച്ച് റൂക്കിനെ വെട്ടിക്കഴിഞ്ഞാൽ ബിഷപ്പ് A6 ചെക്കാണ്, ഈ ക്യൂവിനെ നേടുകയും ചെയ്യും. ഇവിടെ എന്തായാലും ബ്ലാക്ക് വിൻ ചെയ്യും. രണ്ട് ബിഷപ്പും ക്യൂനുമായിട്ട് ഈ പൊസിഷനിൽ ഇവിടെ വൈറ്റിൻ്റെ കിങ് സെൻട്രലുമാണ്. അപ്പോൾ എന്തായാലും ഈ പൊസിഷനിൽ ബ്ലാക്ക് ജയിക്കും. അപ്പോൾ ഇതുള്ളത് കൊണ്ട് ആ റൂക്കിനെ അങ്ങ് നേരെ എടുക്കാൻ പറ്റില്ല. ഇനി കിങ് ഇവിടേക്കാണ് പോകണമെങ്കിലോ ഈ പൊസിഷനും ഈസിലി വിന്നിങ് ആണ്. റൂക്ക് F2 ചെക്ക്. അപ്പോൾ ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്കവേർഡ് അറ്റാക്ക് ഉണ്ടാവും. ഇനി കിങ് ഇവിടെ G1 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂക്ക് F4 ചെക്ക് പോലത്തെ ബ്യൂട്ടിഫുൾ ത്രെഡ്സ് വരും. ഇനി കിങ്ങിനെ ഇവിടെ ഒരു പക്ഷേ E1 പോകണമെങ്കിലോ ഇവിടെ ക്യൂൻ E7 ചെക്ക് ഉണ്ട്. അപ്പോൾ ഇനി ബ്ലോക്ക് ചെയ്യാനായിട്ടൊന്നുമില്ല. കിങ് ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നേരിട്ട് ചെക്ക്മേറ്റ് സംഭവിക്കും. അപ്പോൾ ഇവിടെ ആകെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാം, പക്ഷെ വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ വെട്ടി ചെക്ക്, കിങ് മാറി ഇവിടെ മെയ്റ്റ് ആയി പോകും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രശ്നം. അപ്പോൾ അതുള്ളതുകൊണ്ട് ഈ റൂക്കിനെ എടുക്കാനും വഴിയില്ല, വേറെ സ്കോറിലോട്ട് പോകാനും വഴിയില്ല. അതുകൊണ്ട് കിങ് D1 കളിക്കണം. പ്രശ്നം തീർന്നോ? അടുത്ത കിടിലും ബിഷപ്പ് G4. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു ബ്ലണ്ടറായിട്ട് തോന്നാം, കാര്യം ഇങ്ങനെ ഇതിനെ പിൻ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ക്യൂവിനെ ഇവിടെ വെറുതെ കൊടുത്തേക്കുവാണ്. അപ്പോൾ ക്യൂവിനെ വെറുതെ കൊടുത്താൽ മാത്രമല്ല, ക്യൂൻ വെച്ചെടുത്ത് കഴിയുമ്പോൾ ചെക്കാണ് വരുന്നത്. കാര്യം ശരിയാണ്, പക്ഷേ ഈ പൊസിഷനിൽ വൈറ്റ് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആണ്. കാരണം എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഈ പൊസിഷനിൽ എന്ത് ചെയ്യും ഇവിടെ വൈറ്റ്? ക്യൂൻ വെച്ച് ഈ ഒരു ക്യൂവിനെ എടുത്തു, കാര്യം ശരിയാണ്, ചെക്കാണ്. പക്ഷേ ഇത്രയും മനോഹരമായൊരു ക്ലൈമാക്സ്, ഈ റൂക്ക് ഇവിടെ തിരികെ വന്നിട്ട് ഈ ഒരു ചെക്ക് മറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. റൂക്ക് താഴേക്ക് വരുന്നു, ക്യൂവിനെ നേടുന്നത് മാത്രമല്ല ഒരു ചെക്ക് മേറ്റും കൂടെയാണ് ഈ ഒരു മൂവോടെ സംഭവിക്കുന്നത്. ബിഷപ്പ് വെച്ചിട്ടുള്ള ഒരു ചെക്ക് മേറ്റ്. അപ്പോൾ ഇനി ഈ സ്ക്വയറുകളൊന്നും അടയ്ക്കാൻ ഒരു സംഭവമില്ല. ഈ ബിഷപ്പ് ഇവിടെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു, റൂക്ക് ഇവിടെയും കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പൊസിഷനിൽ ബിഷപ്പ് G4 കളിച്ച് ക്യൂനും കൊടുത്ത് ചെക്ക് കൊടുക്കാൻ ഒരു റേഞ്ച് തന്നെ വേണം ബ്ലാക്ക് പ്ലെയറിന്. ക്യൂവിന് എടുത്തതിന് ശേഷം മനോഹരമായൊരു ചെക്ക് മേറ്റ്. അപ്പോൾ ഇതാണോ ചെസ് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ചെക്ക് മേറ്റ്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ചെക്ക് മേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.